2500 സ്ക്വയർ ഫീറ്റിലെ പ്രീമിയം ലെവലിൽ അടിപൊളി ഒരു വീട് സെയിലിന് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത ക്വാളിറ്റിയാണ് കേട്ടോ. ആ ഒരു ക്വാളിറ്റി ലെവലിലുള്ള ഒരു വീടാണ്. അപ്പം നമുക്ക് വീടിനകത്തോട്ട് പോവാം. പുറത്ത് കണ്ട കാഴ്ചകളൊന്നുമല്ല അകത്ത്. അപ്പോൾ അത്രയും നീറ്റായിട്ടും അടിപൊളിയായിട്ടുമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുറ്റമാണ്. നല്ല രീതിക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു കാർ പാർക്ക് ചെയ്യാം. അതൊരു എക്സിക്യൂട്ടീവ് ടൈപ്പ് വണ്ടിയാണ്. ഇതാ ഇവിടെയും പാർക്ക് ചെയ്യാം. നമ്മൾ കയറി വരുമ്പോൾ വിശാലമായിട്ടൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ളത്, ഓടി കളിക്കാനുള്ള ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അടിപൊളി ഡിസൈനിൽ തീർത്ത ഒരു മെയിൻ ഡോറാണ്. അത് പ്ലാവിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വിൻഡോസും വന്നിരിക്കുന്നത്. അതും പ്ലാവിൽ തന്നെയാണ്. കയറി വരുമ്പോൾ ഉള്ള ലിവിങ് ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്റീരിയൽ ഒരു രക്ഷയുമില്ലാത്ത HDF ബോർഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. TV സ്പേസ് എന്ന് പറയുന്നതും വളരെ വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ജിപ്സം വർക്ക്. അത് നല്ല ഭംഗിയായിട്ട് എല്ലാ സ്പേസിലും അവർ ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കിൻ്റെ കൂടെ ലൈറ്റ് കൂടെ ഒക്കെ വന്നപ്പോഴത്തേന് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ക്വാളിറ്റി തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. മാക്സിമം ഈ സ്റ്റെയറിൻ്റെ അടിവശം അവർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിശാലമായൊരു ഡൈനിങ് ഏരിയ ആണ്. 4 BHK വരുന്നതാണ്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്. നല്ലൊരു സ്പേസിൽ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇതിന്റെ കബോർഡൊക്കെ ചെയ്തിരിക്കുന്നത് HDF ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂമിനോട് ചേർന്നൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ് കേട്ടോ. ഡ്രസ്സിംഗ് ഏരിയയിലും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പാരി വെയറിന്റെ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ. പാരി വെയറിന്റെ ഫിറ്റിംഗ്സും അതുപോലെ സെറയുടെ ക്ലോസറ്റും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. WPC ബോർഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വെള്ളം വീണാനോ മഴ നനഞ്ഞാലോ 10-50 വർഷം കടന്നാലോ ഒന്നും പറ്റാത്ത രീതിക്കാണ് WPCയിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. എത്രമാത്രം സാധനങ്ങളുണ്ടോ അതെല്ലാം വെക്കാൻ പറ്റുന്ന രീതിക്ക് ഒരുപാട് സ്പേസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കിച്ചണിൽ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ എന്ത് ഭംഗിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇത്രയും ഹെവി ആയിട്ട് വുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ എന്നെ ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ താഴത്തെക്കാളും മുകളിലാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളതായിട്ട് തോന്നുന്നത്. ഇത് റിസോർട്ടാണോ വീടാണോ എന്ന് സംശയിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജിപ്സം വർക്ക് കണ്ടു നോക്കിയേ. ജിപ്സവും പ്രൊഫൈലും കയറി വരുമ്പോൾ ഇതാ ഇത്രയും വിശാലമായിട്ടൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ബാൽക്കണി കൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു സ്പേസ് അവർ സെറ്റ് ചെയ്തിരിക്കും. ഒരു ടീപ്പോയും അതുപോലെ തന്നെ ചെയറും ഒക്കെ ഇട്ട നല്ല കാറ്റുമുണ്ട്. ഇവിടെ ഇരുന്ന് സമയം പോകുന്ന അറിയത്തുമില്ല. അതാ ഇവിടെ നോക്കി നല്ല നല്ല കാഴ്ചകളാണ്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ ഒരുപാട് ഈ പറയുന്ന ബാക്കി വീടുകളെല്ലാം സെയിലായി പോയ വീടുകളാണ്. നമ്മുടെ പാറശാല ബസ് ഡിപ്പോയുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. 500 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് ഡിപ്പോയിൽ നിന്ന്. അതുപോലെ തന്നെ ഡയസ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, അതിൻ്റെയും തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രീമിയം ലെവലിലുള്ള 6 സെൻറ്റിൽ വരുന്ന വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 93 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആണ്. ഡയറക്റ്റ് ഡീലാണ് കേട്ടോ. ഓണറുടെ നമ്പറാണ് ഈ കൊടുക്കുന്നത്. ഡയറക്റ്റ് നിങ്ങൾ വിളിച്ചു.